തുർക്കിയിലെ ബെലക്കിൽ നടന്ന മത്സരത്തിന് മുന്നോടിയായി ദേശീയഗാനം ആലപിച്ചപ്പോഴാണ് ഇറാൻ താരങ്ങൾ തങ്ങളുടെ പ്രതിഷേധം ലോകത്തെ അറിയിച്ചത്. സാധാരണ ഫുട്ബോൾ ജേഴ്സിക്ക് പുറമെ കറുത്ത ആം ബാഡ്ജുകൾ ധരിച്ചും കൈകളിൽ സ്കൂൾ ബാഗുകൾ പിടിച്ചുമാണ് താരങ്ങൾ അണിനിരന്നത്. കായിക ചരിത്രത്തിൽ അപൂർവമായൊരു കാഴ്ചയായിരുന്നു ഇത്. മത്സരത്തിന് മുന്നോടിയായി പിങ്ക്, പർപ്പിൾ നിറങ്ങളിലുള്ള സ്കൂൾ ബാഗുകൾ നെഞ്ചോട് ചേർത്ത് വെച്ചാണ് താരങ്ങൾ മൈതാനത്തെത്തിയത്. യുദ്ധത്തിന്റെ ആദ്യ ദിനത്തിൽ ഇറാന്റെ പ്രൈമറി സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പിഞ്ചു കുട്ടികളോടുള്ള ആദര സൂചകമായിരുന്നു ഈ നീക്കം. തങ്ങളുടെ പോരാട്ടം കേവലം പന്തിനു വേണ്ടിയല്ലെന്ന് ടീം ഇതിലൂടെ വ്യക്തമാക്കി. ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട 165 പെൺകുട്ടികളുടെ സ്മരണയ്ക്കായാണ് താരങ്ങൾ കറുത്ത ആംബാൻഡ് ധരിച്ചതെന്ന് ടീം മീഡിയ ഓഫീസർ വിശദീകരിച്ചു. രാജ്യത്തെ തകർത്ത ആ ദുരന്തം കളിക്കാരെയും എത്രത്തോളം മാനസികമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഈ പ്രതിഷേധം അടിവരയിടുന്നു. വിദ്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് ഇറാൻ ഭരണകൂടം ഔദ്യോഗികമായി ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ തള്ളിക്കളയുന്ന നിലപാടാണ് ഇരു രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ജൂൺ 12 മുതൽ അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായി നടക്കാനിരിക്കുന്ന ലോകകപ്പിലേക്ക് ഇറാൻ യോഗ്യത നേടിയിട്ടുണ്ട്. എന്നാൽ നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഇറാന്റെ പങ്കാളിത്തം വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. കായിക രംഗത്തെ രാഷ്ട്രീയ ഇടപെടലുകൾ ഫിഫയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇറാൻ ടീം ലോകകപ്പിൽ പങ്കെടുക്കുന്നത് ഉചിതമല്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. ആതിഥേയ രാജ്യമെന്ന നിലയിൽ അമേരിക്കയുടെ നിലപാട് ഇറാന് വലിയ തിരിച്ചടിയായി. ഇത് കായിക ലോകത്ത് വൻ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു. അമേരിക്കയിൽ തങ്ങളുടെ താരങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ല എന്നത് ബോധ്യപ്പെട്ടതോടെ താരങ്ങളെ അയക്കില്ലെന്ന് ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ മേധാവി മെഹദി താജ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ അഭിമാനവും താരങ്ങളുടെ സുരക്ഷയുമാണ് തങ്ങൾക്ക് വലുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രതിസന്ധി പരിഹരിക്കാൻ അന്താരാഷ്ട്ര ഫുട്ബോൾ ഫെഡറേഷൻ തീവ്ര ശ്രമത്തിലാണ്. അമേരിക്കയിൽ നിശ്ചയിച്ചിട്ടുള്ള ഇറാന്റെ മത്സരങ്ങൾ മെക്സിക്കോയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. എങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്തരമൊരു മാറ്റം പ്രായോഗികമാകുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നു. യുദ്ധവും രാഷ്ട്രീയവും കായിക വിനോദങ്ങളെ ബാധിക്കുന്നത് ആരാധകരെ നിരാശരാക്കുന്നു. ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള വേദികൾ സമാധാനത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെങ്കിലും ലോകകപ്പ് വേദിയിൽ ഇത്തവണ വിഭാഗീയതയുടെ കരിനിഴൽ വീണിരിക്കുകയാണ്. ഇറാൻ ടീം ലോകകപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ അത് ടൂർണമെന്റിന്റെ ശോഭ കെടുത്തും. വരും ദിവസങ്ങളിൽ ഫിഫയും ബന്ധപ്പെട്ട രാജ്യങ്ങളും എടുക്കുന്ന തീരുമാനങ്ങൾ ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്.